CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി മോഷ്ടാവാണെന്ന ആരോപണം തള്ളി കുടുംബം. ബുധനാഴ്ചയാണ് കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിൽ ജോലിക്കെത്തിയ രാംനാരായൺ മർദ്ദനമേറ്റ് മരിച്ചത്. സംഭവത്തിൽ 15 പേരെ വാളയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കൈവരിച്ച ആലിപ്പറമ്പ് പഞ്ചായത്തിൽ അധ്യക്ഷ പദവിയിലേക്ക് മുസ്ലിം ലീഗ് പ്രതിനിധി ആയിഷ മേക്കോട്ടിലിനെ പരിഗണിക്കുന്നതായി സൂചന. 13-ാം വാർഡ് കാമ്പുറത്ത് നിന്നും 519 വോട്ടിന്റെ മികച്ച ഭൂരിപക്ഷത്തോടെയാണ് ആയിഷ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. KSRTC ബസിൽ 4 കിലോ കഞ്ചാവ് കടത്തിയ കേസിലെ പ്രതിക്ക് 5 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പാലക്കാട് സെക്കൻഡ് അഡീഷണൽ ജഡ്ജ് D. സുധീർ ഡേവിഡാണ് വിധി പ്രസ്താവിച്ചത്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ 7ാം ഘട്ട കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പും 3ാം ഘട്ട ചർമ്മമുഴ രോഗ പ്രതിരോധ കുത്തിവയ്പും മലപ്പുറം ജില്ലയിൽ ആരംഭിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സക്കറിയ സാദിഖ് മധുരക്കറിയൻ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി മോഷ്ടാവാണെന്ന ആരോപണം തള്ളി കുടുംബം. ബുധനാഴ്ചയാണ് കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിൽ ജോലിക്കെത്തിയ രാംനാരായൺ മർദ്ദനമേറ്റ് മരിച്ചത്. സംഭവത്തിൽ 15 പേരെ വാളയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മർദ്ദനമേറ്റ് കുഴഞ്ഞു വീണ ഇയാളെ 4 മണിക്കൂറിനു ശേഷമാണ് പോലീസ് എത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. സംഭവത്തിൽ വാളയാർ അട്ടപ്പള്ളം മാതാളിക്കാട് സ്വദേശികളായ 15 പേരെ വാളയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ അട്ടപ്പള്ളം മാതാളിക്കാട് ഭാഗത്തായിരുന്നു സംഭവം. തൊഴിലുറപ്പ് തൊഴിലാളികൾ പണി ചെയ്തിരുന്ന സ്ഥലത്ത് വീടിനും കടകൾക്കും സമീപം സംശയാസ്പദമായ രീതിയിൽ രാംനാരായണനെ കണ്ടെത്തിയെന്നാണ് പറയപ്പെടുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സമീപത്തുണ്ടായിരുന്ന യുവാക്കൾ സ്ഥലത്തെത്തി ഇയാളെ പിടികൂടി. ഇവർ ഇയാളെ മർദ്ദിച്ചെന്നും രക്തം ഛർദ്ദിച്ചെന്നുമാണ് വിവരം. കുഴഞ്ഞു വീണ ഇയാളെ രാത്രി 7 മണിയോടെയാണ് പോലീസ് എത്തി ആംബുലൻസിൽ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പോകും വഴി പുതുശ്ശേരിയിൽ എത്തിയതോടെ അവശനായി കുഴഞ്ഞു വീണു. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരണം സ്ഥിരീകരിച്ചു. പ്രാഥമിക പരിശോധനയിൽ രാംനാരായണന്റെ ശരീരമാസകലം മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. തലയ്ക്കും സാരമായ പരിക്കുണ്ട്. ജില്ലാ ആശുപത്രിയിൽ പോലീസ് സർജൻ ഇല്ലാത്തതിനാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നും കൂടുതൽ പേർ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും വാളയാർ പോലീസ് പറഞ്ഞു. നാട്ടിൽ ഒരു കേസിൽ പോലും പ്രതിയല്ലാത്ത ആളാണെന്നും ഇയാളുടെ ബന്ധു ശശികാന്ത് ബാഗേൽ മാധ്യമങ്ങളോട് പറഞ്ഞു. CCN പാലക്കാട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കൈവരിച്ച ആലിപ്പറമ്പ് പഞ്ചായത്തിൽ അധ്യക്ഷ പദവിയിലേക്ക് മുസ്ലിം ലീഗ് പ്രതിനിധി ആയിഷ മേക്കോട്ടിലിനെ പരിഗണിക്കുന്നതായി സൂചന. 13-ാം വാർഡ് കാമ്പുറത്ത് നിന്നും 519 വോട്ടിന്റെ മികച്ച ഭൂരിപക്ഷത്തോടെയാണ് ആയിഷ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. നിലവിൽ വനിതാ ലീഗിന്റെ പഞ്ചായത്ത് അധ്യക്ഷയായ ആയിഷ മേക്കോട്ടിലിന് ഭരണരംഗത്തുള്ള മുൻ പരിചയമാണ് പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത്. മുൻപ് പഞ്ചായത്ത് അംഗമായും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ 15 വർഷമായി പ്രദേശത്തെ ആശാ വർക്കർ എന്ന നിലയിലുള്ള ജനകീയ ബന്ധവും ഇവർക്ക് മുൻതൂക്കം നൽകുന്നു. ആകെ 18 സീറ്റുകൾ നേടിയാണ് UDF പഞ്ചായത്തിൽ അധികാരം ഉറപ്പിച്ചത്. ഇതിൽ 15 സീറ്റുകൾ മുസ്ലിം ലീഗും 3 സീറ്റുകൾ കോൺഗ്രസുമാണ് കരസ്ഥമാക്കിയത്. അധ്യക്ഷ സ്ഥാനം ലീഗ് വഹിക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് പദവി കോൺഗ്രസിന് നൽകാനാണ് നിലവിലെ ധാരണ. കഴിഞ്ഞ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലീഗ് തന്നെയാണ് കൈവശം വച്ചിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനങ്ങൾക്കായി പാർട്ടിക്കകത്തും മുന്നണിയിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കും. CCN പെരിന്തൽമണ്ണ. KSRTC ബസിൽ 4 കിലോ കഞ്ചാവ് കടത്തിയ കേസിലെ പ്രതിക്ക് 5 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പാലക്കാട് സെക്കൻഡ് അഡീഷണൽ ജഡ്ജി D. സുധീർ ഡേവിഡാണ് വിധി പ്രസ്താവിച്ചത്.
മലപ്പുറം പെരിന്തൽമണ്ണ മൂർക്കനാട് കുളത്തൂർ സ്വദേശി നെല്ലിശ്ശേരി വീട്ടിൽ മുഹമ്മദ് അസ്ലമിനെയാണ് കോടതി ശിക്ഷിച്ചത്. പാലക്കാട് സെക്കൻഡ് അഡീഷണൽ ജഡ്ജി ഡി സുധീർ ഡേവിഡാണ് വിധി പ്രസ്താവിച്ചത്. പിഴത്തുക അടയ്ക്കാത്ത പക്ഷം 6 മാസം അധിക തടവ് അനുഭവിക്കണം. 2019 ഏപ്രിൽ 16 വൈകുന്നേരം 5:15 ചിറ്റൂർ ഗോപാലപുരം എക്സൈസ് ചെക്ക് പോസ്റ്റിന് മുന്നിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതി പിടിയിലായത്. KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 4 കിലോ ഉണക്ക കഞ്ചാവ് എക്സൈസ് സംഘം കണ്ടെത്തുകയായിരുന്നു. ഗോപാലപുരം എക്സൈസ് ഇൻസ്പെക്ടറായിരുന്ന VK ശങ്കർ പ്രസാദും സംഘവുമാണ് പ്രതിയെ പിടികൂടി കേസ് രജിസ്റ്റർ ചെയ്തത്. CCN ചെർപ്പുളശ്ശേരി. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡായ തെക്കുമുറിയിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച സേവ് CPI ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുൽ മജീദ് അട്ടിമറി വിജയം നേടി. കഴിഞ്ഞ 20 വർഷമായി കോൺഗ്രസ് കൈവശം വെച്ചിരുന്ന വാർഡ് 29 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് LDF പിടിച്ചെടുത്തത്. മുന്നണി ധാരണ പ്രകാരം CPI മത്സരിക്കേണ്ട വാർഡായിരുന്നെങ്കിലും ഇത്തവണ സേവ് CPI പ്രതിനിധിയെ LDF സ്വതന്ത്രനായി രംഗത്തിറക്കുകയായിരുന്നു. ഇടതുമുന്നണിയുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് ഈ ചരിത്ര വിജയത്തിന് പിന്നിലെന്ന് അബ്ദുൽ മജീദ് പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിലെ 20 വർഷമായി നഷ്ടപ്പെട്ട വാർഡ്, ആ വാർഡിനെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെ തെക്കുമുറി വാർഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷത്തെ വികസന മുരടിപ്പിന് ഏറ്റവും വലിയ ഒരു ഉത്തരമാണ് ഈ സ്ഥാനാർത്ഥിയായി എന്നെ ജയിപ്പിച്ച ആളുകൾക്ക് നൽകിയതുള്ളൂ. UDFിൻ്റെ കെടുകാര്യസ്ഥക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കും സ്വന്തക്കാർക്കുമെതിരെ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൻ്റെ വ്യക്തി ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ള ആക്ഷേപം വ്യാപകമായി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഈ നാട്ടിലെ നല്ലവരായ നല്ല മനസ്സുള്ള വോട്ടർമാർ ജയിപ്പിച്ചിട്ടുള്ളത്. അതിന് എല്ലാ ആളുകൾക്കും ഈ വരുന്ന 5 വർഷത്തേക്ക് ജനങ്ങളുടെ കൂടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാത്തിലും ഞാൻ കൂടെ ഉണ്ടാവുമെന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായി ഈ വാർഡിലെ വോട്ടർമാരോട് ഉണർത്താനുള്ളത്. സംസ്ഥാന നേതാവ് സന്ദീപ് ജി വാര്യർ ഉൾപ്പെടെയുള്ളവർ പ്രചാരണത്തിനെത്തിയ അദ്ദേഹത്തിന്റെ സ്വന്തം വാർഡ് കൂടിയാണ് തെക്കുമുറി. ജില്ലയിൽ CPIക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സേവ് CPI അംഗത്തിന്റെ ഈ വിജയം ശ്രദ്ധേയമാണെന്ന് സേവ് CPI ജില്ലാ സെക്രട്ടറി പാലോട് മണികണ്ഠൻ പറഞ്ഞു. ഞങ്ങളൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിലാണ്, ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് അവസാനം CPIക്ക് അവിടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നത്. അവസാനത്തെ മെമ്പർ എന്ന് പറയാവുന്നത് ഗംഗാന്തർജനാണ്. അരിവാളും നെൽക്കതിനും അടയാളത്തിൽ ആണ് ഗംഗാന്തർജനം മത്സരിച്ച് അവിടെ ജയിച്ചത്. അതിൻ്റെ ശേഷം നീണ്ട 20 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തെക്കുമുറിയിൽ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്രാവശ്യം സേവ് CPIയുടെ ഭാഗമായി മത്സരിച്ച സേവ് CPI ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ സഖാവാസി ഏകദേശം 29 വോട്ടിന് 20 വർഷക്കാലത്തിൻ്റെ ദൗർഭാഗ്യകരമായ സാഹചര്യം മറികടന്ന് അവിടെ വിജയിച്ചു. കത്രിക ചിഹ്നത്തിലാണ് മത്സരിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് സഖാവ് അസി മത്സരിച്ചത്. അസീനെ അവിടുത്തെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ചു. അതിൽ ഞങ്ങളെ സംവിധാനത്തെ സംബന്ധിച്ച് വലിയ സന്തോഷമാണുള്ളത്. പാലക്കാട് ജില്ലയിൽ 13 പഞ്ചായത്തുകളിലായി 23 വാർഡുകളിലേക്കും ഒരു ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് സേവ് CPI മത്സരിച്ചത്. അതിൽ മിക്കവാറും സ്ഥലങ്ങളിൽ, അത് കുഴൽമന്തായാലും കരിമ്പുഴയിലായാലും തൊട്ടടുത്ത പല പ്രദേശങ്ങളിലായാലും സേവ് CPIയും മത്സരരംഗത്തുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ CPI 4ാം സ്ഥാനത്തേക്ക് പോവുകയും സേവ് CPI 2ാം സ്ഥാനത്തേക്ക് വരികയും ചെയ്യുന്ന സംഭവം ഈ 11 നടന്ന തെരഞ്ഞെടുപ്പും 13ൻ്റെ വിധിയോടുകൂടി ഈ ജില്ലയ്ക്കകത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സേവ് CPI എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിൽ വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ അഴിമതി നിറഞ്ഞ സാഹചര്യവും അഴിമതിക്കെതിരായി പ്രതികരിക്കുന്ന സമയത്ത് അതിനെതിരെ നേതൃത്വത്തിന് പരാതി കൊടുത്താൽ അത് പരിഗണിക്കാനും പരിശോധിക്കാനും തയ്യാറാക്കാത്ത സാഹചര്യത്തിലാണ് ജില്ലയ്ക്കകത്ത് 2022 സേവ് CPI എന്ന് പറയുന്ന സംവിധാനം പിറവിയെടുക്കുന്നത്. ആ സംവിധാനം ഉയർത്തിപ്പിടിച്ച ലക്ഷ്യങ്ങൾ, ആശയപരമായിട്ടുള്ള ദൃഢത, അതൊക്കെ തന്നെ ഒന്നും കൂടി അരക്കിട്ട് ഉറപ്പിക്കുന്ന രൂപത്തിലുള്ള ജനവിധിയാണ് ഞങ്ങളുടെ ഈ ചെറിയ സംവിധാനത്തിന് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങൾക്കതിൽ വലിയ സന്തോഷമുണ്ട്. കേരളത്തിൽ മൊത്തം ഞങ്ങൾ ഈ പറഞ്ഞ ഒരു പ്രതീക്ഷാ നിർഭരമായി ഒരു സർക്കാരിനെ നോക്കിക്കണ്ടിരുന്ന ജനതയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിരവധിയായ വിഷയങ്ങൾ ഈ കേരളീയ സമൂഹത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടമാടുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായത്. ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നു എന്ന് മുൻകൂട്ടി മനസ്സിലാക്കാനും അതിന് പരിഹാരം കാണാനും
ശ്രമിക്കേണ്ട ബന്ധപ്പെട്ട ആളുകൾ അതിൽ നിന്ന് ഒളിച്ചോടിയതിൻ്റെ ഫലമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കനത്ത പരാജയം ഏൽപ്പിക്കുന്ന രൂപത്തിലുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. ജില്ലയിൽ ഔദ്യോഗിക CPIയെ പിന്തള്ളി സേവ് CPIക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം അവകാശപ്പെട്ടു. 2 പതിറ്റാണ്ടിനു ശേഷം വാർഡ് തിരിച്ചുപിടിക്കാനായത് ഇടതുമുന്നണിക്ക് വലിയ ആവേശം പകർന്നിട്ടുണ്ട്. CCN ചത്തല്ലൂർ. കടമ്പഴിപ്പുറം അഴിയന്നൂർ ചുണ്ടേക്കാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി. ഗുരുവായൂർ ദേവസ്വം കലാനിലയം അവതരിപ്പിക്കുന്ന കൃഷ്ണനാട്ടം കളിയോടെയാണ് 7 ദിവസത്തെ ആഘോഷങ്ങൾക്ക് ആരംഭമായത്. ഡിസംബർ 20 ശനിയാഴ്ച രാത്രി 8 മണിക്ക് ക്ഷേത്രം തന്ത്രി അണിമംഗലം നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടക്കും. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് VK ശ്രീകണ്ഠൻ MP ഉത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടൊപ്പം ക്ഷേത്രത്തിനായി പുതുതായി വാങ്ങിയ പാർക്കിംഗ് സ്ഥലത്തിന്റെ ഉദ്ഘാടനം K പ്രേംകുമാർ MLAയും നിർവഹിക്കും. ചടങ്ങുകൾക്ക് ശേഷം രാത്രി ഇരട്ട തായമ്പകയും നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഭക്തി പ്രഭാഷണം, നൃത്തങ്ങൾ, പുള്ളുവൻപാട്ട്, കുറത്തിയാട്ടം, ഭക്തിഗാനമേള, പുല്ലാങ്കുഴൽ കച്ചേരി, സർപ്പബലി, പള്ളിവേട്ട തുടങ്ങി വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഡിസംബർ 26 ഉച്ചയ്ക്ക് ശേഷം ഗ്രാമപ്രദക്ഷിണ ഘോഷയാത്രയും 27 രാവിലെ ആറാട്ടും നടക്കും. 27 വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം നിർമ്മല നാരായണൻകുട്ടി ഗുപ്തൻ ഉദ്ഘാടനം ചെയ്യും. ഉത്സവ ദിനങ്ങളിൽ നിത്യവും സാമവേദ ജപം, ഉദയാസ്തമന പൂജ എന്നിവയും ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കും. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിറമാല മഹോത്സവം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന വിശേഷാൽ പൂജകളിലും കലാപരിപാടികളിലും 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമനയ്ക്കൽ നാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പുലർച്ചെ 5 മണിക്ക് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് കലശപൂജയും ഭക്തരുടെ പങ്കാളിത്തത്തോടെ ലക്ഷാർച്ചനയും നടന്നു. 11 മണിക്ക് കലശാഭിഷേകവും ഉച്ചപൂജയും പൂർത്തിയാക്കി. വൈകുന്നേരം ദീപാരാധനയ്ക്കും അത്താഴപൂജയ്ക്കും ശേഷം കഥകളി അരങ്ങേറി. നളചരിതം 1-ാം ദിവസം, കിരാതം എന്നീ കഥകളാണ് അവതരിപ്പിച്ചത്.
CCN കടമ്പഴിപ്പുറം. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ 7ാം ഘട്ട കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പും 3ാം ഘട്ട ചർമ്മമുഴ രോഗ പ്രതിരോധ കുത്തിവയ്പും മലപ്പുറം ജില്ലയിൽ ആരംഭിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സക്കറിയ സാദിഖ് മധുരക്കറിയൻ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ദേശീയ ജന്തു രോഗ നിയന്ത്രണ പദ്ധതി NADCP-യുടെ ഉൾപ്പെടുത്തിക്കൊണ്ട് FMD കുളമ്പ് രോഗത്തിന്റെ 7ാം ഘട്ടവും ചർമ്മരോഗം LSD എന്ന അസുഖത്തിനുള്ള 3ാം ഘട്ടവും കൂടിയാണ് ഈ 17 മുതൽ ജനുവരി 23 വരെ കേരളത്തിലെ എല്ലാ ജില്ലകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടല്ലേ 10 വർഷം. അപ്പൊ ഇത് പ്രകാരം 4 മാസത്തിന് മുകളിലുള്ള രോഗങ്ങളില്ലാത്ത എല്ലാ അനിമൽസിനെയും 95% അനിമൽസിനെയും വാക്സിനേഷൻ അവരുടെ വീടുകളിൽ പോയി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മലപ്പുറം ജില്ലയിൽ മൊത്തം 128 സ്ക്വാഡാണ് ഉള്ളത്. അപ്പൊ ഇവര് ഓരോ വീടുകളും പോയിട്ട് വാക്സിനേഷൻ ചെയ്യും. അപ്പം നിലവിലുള്ള എല്ലാ അനിമൽസിന്റെ 95% കവറേജ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ ഡിസംബർ 17 മുതൽ ആരംഭിച്ച കുത്തിവയ്പ് യജ്ഞം 30 പ്രവൃത്തി ദിവസങ്ങൾ നീണ്ടു നിൽക്കും. ജില്ലയിലെ 86,925 പശുക്കളെയും 15,049 എരുമകളെയും വീടുകളിലെത്തി 100% വാക്സിനേഷൻ നൽകി പ്രതിരോധ സജ്ജരാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി ജില്ലയിൽ ഒട്ടാകെ 128 സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ക്ഷീരസംഘങ്ങൾ, ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തി പ്രാദേശിക തലത്തിൽ വിപുലമായ പ്രചാരണ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വാക്സിനേഷൻ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാരത് പശുധൻ പോർട്ടൽ വഴി തത്സമയം രേഖപ്പെടുത്തും. വാർത്താ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഷൌക്കത്ത് അലി വടക്കുംപാടം, ജന്തുരോഗ നിയന്ത്രണ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ഷാജി കെ, ജില്ലാ എപ്പിഡമിയോളജിസ്റ്റ് ഡോക്ടർ എ ഷമീം എന്നിവരും പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി മോഷ്ടാവാണെന്ന ആരോപണം തള്ളി കുടുംബം. ബുധനാഴ്ചയാണ് കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിൽ ജോലിക്കെത്തിയ രാംനാരായൺ മർദ്ദനമേറ്റ് മരിച്ചത്. സംഭവത്തിൽ 15 പേരെ വാളയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കൈവരിച്ച ആലിപ്പറമ്പ് പഞ്ചായത്തിൽ അധ്യക്ഷ പദവിയിലേക്ക് മുസ്ലിം ലീഗ് പ്രതിനിധി ആയിഷ മേക്കോട്ടിലിനെ പരിഗണിക്കുന്നതായി സൂചന. 13ാം വാർഡ് കാമ്പുറത്ത് നിന്നും 519 വോട്ടിന്റെ മികച്ച ഭൂരിപക്ഷത്തോടെയാണ് ആയിഷ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. KSRTC ബസിൽ 4 കിലോ കഞ്ചാവ് കടത്തിയ കേസിലെ പ്രതിക്ക് 5 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പാലക്കാട് സെക്കൻഡ് അഡീഷണൽ ജഡ്ജ് D. സുധീർ ഡേവിഡാണ് വിധി പ്രസ്താവിച്ചത്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ 7ാം ഘട്ട കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പും 3ാം ഘട്ട ചർമ്മമുഴ രോഗ പ്രതിരോധ കുത്തിവയ്പും മലപ്പുറം ജില്ലയിൽ ആരംഭിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സക്കറിയ സാദിഖ് മധുരക്കറിയൻ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.